ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൃഷിക്കാര്യങ്ങളാണ്. അതായത് ട്രാക്ടറിനൊപ്പമുള്ള റോട്ടാവേറ്റർ. ഈ റോട്ടാവേറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് പാടത്ത് പോയി കണ്ടാലോ? ഓക്കെ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഗംഭീരമായിട്ട് കൃഷിപ്പണി നടക്കുകയാണ്. കൃഷ്ണകുട്ടിയേട്ടുണ്ട്, വേലതേട്ടുണ്ട്. ഓക്കെ, പാടത്ത് പണി നടക്കണം. കുട്ടിയേട്ടാ, നമ്മുടെ കൃഷിപ്പണിയൊക്കെ എന്തായി? കൃഷിപ്പണി ഇതാ വരമ്പ് കളിക്കണോ, പൂട്ടണം. ഓരോ പൂട്ട് കഴിഞ്ഞ് ഇനി വരമ്പ് കളിച്ചിട്ട് പൂട്ട് പൂട്ടണം, വെട്ടണം. പിന്നെ വിത്ത് നിന്ന് തരാവിൻ്റെ വിത്ത് കൊണ്ട് നനയ്ക്കണം. വിത്ത് എവിടെ? കൃഷിഭവൻ കിട്ടോ? കൃഷിഭവന് കൊണ്ട് നനച്ചിട്ട് ഞാറ് പോകണം. 2 ദിവസം കഴിഞ്ഞ് ഞാറ് പോകണം. പിന്നെ അതിൻ്റെ ശുശ്രൂഷയായി കഴിഞ്ഞ നമ്മൾ എന്നപ്പോൾ നടാൻ തുടങ്ങാം? ഓണം കഴിഞ്ഞിട്ട്. ഓണം കഴിഞ്ഞിട്ട്. ഓക്കെ, സെപ്റ്റംബറിലേക്കല്ലേ? സെപ്റ്റംബറിൽ കിടക്കും. വിത്ത് നമുക്ക് ഇപ്പോൾ ഒന്ന് വിത്ത് കിട്ടുള്ളൂ. തൃത്താല കൃഷിഭവനാണ് തരുന്നത്. വിത്ത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക? അല്ലല്ല, ചെറിയൊരു വില ഉണ്ട്. അതെ അല്ലേ? ഏതാ വിത്ത് കിട്ടും? പൊന്മണി. വേറെ കിട്ടുമോ? അതോ അങ്ങനത്തെ വിത്തില്ലേ? നമുക്ക് പൊന്മണി അതെ അല്ലേ? മൂപ്പുണ്ട്, എന്തെങ്കിലും ശരി ശരി. വിത്ത് കൊടുന്ന 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നനച്ച് പോവും. തന്നെ നനയ്ക്കും, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോവും. അതായത് ആഗസ്റ്റ് 5-ാം തീയതി ഒക്കെ ആയിട്ട് പോവും. ആഗസ്റ്റ് 1-ാം തീയതി പോവില്ല. സെപ്റ്റംബർ ഓണം കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി. കഴിഞ്ഞ പ്രാവശ്യം വാവിന്റെ സമയത്തൊക്കെ ഇവിടെ ഞാറിന്റെ ഭയങ്കര പണിയുടെ തിരക്കാണ്. ചിലപ്പോൾ മഴ കമ്മി, വെള്ള കമ്മിയും, വിത്തിട്ടുള്ള വഴുകലോ കൂടിയായിട്ട് മഴ എവിടെ നല്ല ധൈര്യത്തിലൊന്നല്ല ചെയ്യണത്. കൊണ്ടൊക്കെ ഇവിടെ ഞാറിടിപ്പിക്കാൻ അത്രയും തിരക്കൂട്ടിന് എന്താന്ന് അവിടെ പുഴയിലത്തെ വെള്ളമെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതും കൂടി ഇല്ല. അതാ ഞാറിടാൻ ഈ പണിയല്ലാണ്ട് എന്ത് പണിയാന്ന് ചെയ്യാം? വേറുള്ള ബാക്കിയുള്ള പണിക്ക് തന്നെ ആളെ കൂട്ട് കഴിയണം. പിന്നെ വേറെ പണിക്ക് പോകാൻ കഴിയണ്ടേ? പറയണ്ടേ, ഒട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിയിൽക്കെത്ത നിദ്രസുഖം. എന്നാലും മൂപ്പര് ആദ്യം റോന്തിച്ചുമ്പോഴേ ഈ ചെറ്റക്കുടിയിലൊക്കെ അവർ എന്തെങ്കിലും കുശുണ്ടോ, കുറ്റം പറയണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവരൊക്കെ ഉറക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനേ. ഇയാൾക്ക് കൊട്ടാരത്തിൽ ഉറക്കം വരില്ല, മൊത്തം കിടന്നാലും ഉറക്കം വരില്ല. അപ്പം അയാൾ പറഞ്ഞാണ്, ഒട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിയിൽക്കെത്ത നിദ്രസുഖം. അടിപൊളി. അതാണ്. ഒന്നും ആലോചിക്കല്ലോ, പണിക്ക് പോയാൽ കിട്ടിയ നാട്ടു കൊച്ചിനൊക്കെ പിന്നെ പറഞ്ഞു. നാളെ പണിക്ക് പോയാൽ മറ്റുള്ളവർക്ക് എന്തെല്ലാം ചിന്തിക്കണം. ആ കൈ കിട്ടോട്ടോ, ആ കയ്യിൽ പോവും. ആ മുള്ളൊന്നും കുഴപ്പമില്ല, ആ കൈക്ക് ഒഴിച്ചിട്ടുള്ളൂ, ആ കയ്യിൽ പോവും, റോട്ടറിൽ പോവും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് റോട്ടാവേറ്റർ വർക്ക് ചെയ്യുന്ന പാടത്താണ്. റോട്ടാവേറ്റർ എന്ന് പറഞ്ഞാൽ ട്രാക്ടറിൻ്റെ ബാക്കിൽ ഘടിപ്പിക്കുന്ന ഒരു യന്ത്ര സംവിധാനമാണ്. നെൽകൃഷി ആവശ്യത്തിന് ട്രാക്ടറിൻ്റെ ബാക്കിൽ വിവിധ തരത്തിൽ യന്ത്രങ്ങൾ ഘടിപ്പിക്കാറുണ്ട്. അതിൽ ഒരു ഇനമാണ് കലപ്പ. കലപ്പ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ ഡ്രൈ ആയി കിടക്കുന്ന ഭൂമിയിൽ ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അത് നേരെ ഒരു റൗണ്ട് പോയിട്ട് പിന്നെ ക്രോസ് ആയിട്ട് പോകുമ്പോഴാണ് മണ്ണ് മറിഞ്ഞ് കിട്ടുക, അതായത് കട്ട പൊടിഞ്ഞ് കിട്ടുക. പക്ഷേ ഈ പറഞ്ഞ റോട്ടവേറ്ററിന് അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ റൗണ്ട് റോട്ടവേറ്റർ പോകുമ്പോൾ തന്നെ അത് മുഴുവൻ പൊടിഞ്ഞ് കിട്ടും. ആ തരത്തിലുള്ള ഒരു സംവിധാനമാണ് റോട്ടവേറ്ററിലുള്ളത്. വേറൊരു സംവിധാനമാണ് ഈ പലക പോലെ ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് വെച്ച് ചെളിയിലൊക്കെ ഓടിക്കുമ്പോൾ ഈ ചെളി നിരപ്പായി കിട്ടും. അവിടുത്തെ ഭൂമി ചെരിവോ താഴ്ചയൊക്കെ ആണെങ്കിൽ നിരപ്പായി കിട്ടും. മറ്റൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ വലിയ ചക്രം ഇട്ടിട്ട് വണ്ടി ഓടിക്കും. കുറേ നേരം ഈ കട്ടത്തിൽ കൂടെ ഓടിക്കുമ്പം അവിടെ മുഴുവൻ നന്ന ചെളിയായി കിട്ടും. അങ്ങനെ വിവിധ തരത്തിലാണ് ട്രാക്ടർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നന്നായിട്ട് പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു കണ്ടാണ്. ഈ പുല്ലിനൊക്കെ പിഴുത് മാറ്റാനും ഈ റോട്ടാവേറ്റർ കൊണ്ട് സാധിക്കും. ഇപ്പോൾ കാണാമല്ലോ, റോട്ടാവേറ്റർ ഒരു പ്രാവശ്യം ഓടി വന്നപ്പോഴേക്കും അവിടുത്തെ പുല്ലൊക്കെ പോയിരിക്കണം. ട്രാക്ടർ ഓടി തുടങ്ങിയാൽ പ്രത്യേക ഗിയർ ഇട്ട് കൊടുത്തിട്ട് എൻജിനിൽ നിന്ന് ഈ റോട്ടാവേറ്ററിലേക്കുള്ള പ്രത്യേക ശക്തി വരും. ആ ശക്തി വന്നു കഴിഞ്ഞാൽ റോട്ടാവേറ്ററിനകത്തുള്ള ഇരുമ്പിൻ്റെ നല്ല ഇരുമ്പ് ഉരുക്കിൻ്റെ എൽ ഷേപ്പിലുള്ള ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് ഇങ്ങനെ ശക്തിയായിട്ട് കറങ്ങും. ആ കറക്കം കൊണ്ടാണ് മണ്ണെല്ലാം പൊടിഞ്ഞു കിട്ടുന്നത്. നമുക്കിപ്പോൾ പാടത്ത് മണികണ്ഠേട്ടനെ കാണാം. കൂറ്റനാടിനടുത്ത് മേഴത്തൂരാണ് മണികണ്ഠേട്ടൻ്റെ വീട്. അദ്ദേഹം 30-35 വർഷമായിട്ട് ട്രാക്ടർ ഫീൽഡിലാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ ട്രാക്ടറും റോട്ടാവേറ്ററും ഒക്കെ. നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഏട്ടാ, ഈ റോട്ടാവേറ്റർ മെഷീൻ മേടിച്ചിട്ട് എത്ര കാലമായി? റോട്ടവേറ്റർ മെഷീൻ മേടിച്ചിട്ട് 1 വർഷം. 1 വർഷം കഴിഞ്ഞു. ഓക്കെ. ഈ ട്രാക്ടർ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി? ട്രാക്ടർ ഫീൽഡിൽ വന്നിട്ട് 30-35 വർഷത്തോളമായി. 35 വർഷത്തോളം അല്ലേ? കോടനാട് ഇവിടെ എവിടെ? മേഴത്തൂർ. ഓക്കെ. ഈ ട്രാക്ടർ, സാധാരണ ട്രാക്ടറിൻ്റെ ബാക്കിൽ കലപ്പയെല്ലാം ഉണ്ടാവാം. ഈ റോട്ടാമീറ്റർ ഇത് തമ്മിലുള്ള പ്രവർത്തനത്തിലെ വ്യത്യാസം എന്താണ്?
വ്യത്യാസം എന്താ വെച്ചാൽ റോട്ടവേറ്റർ ആകുമ്പോൾ ഏത് പുല്ലും നല്ലോണം ഒതുങ്ങിയും കിട്ടും. പിന്നെ മണ്ണ് പാകത്തിനാണ് വരുള്ളൂ. നെല്ലിന് കുറച്ചുകൂടി മെച്ചമുണ്ട്, വേഗം കരിടയും. പിന്നെ നല്ല പൂട്ടിയ വൃത്തിയാവും. മറ്റേ കേജുവിലിന് പൂട്ടുമ്പോൾ ഇപ്പോൾ ഒരു 3 ചാലയിലൊക്കെ പൂട്ടണ കണ്ടോ, ഇത് ഒരു ചാല് പൂട്ടിയാലും നല്ല താത്തി പിടിച്ചിട്ട് ഒരു ചാല് പൂട്ടിയാലും വൃത്തിയിൽ കിട്ടും. അതല്ലേ. പിന്നെ സമയത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം വരില്ല, എന്നാലും കുറച്ച് വരും. വാടകയിലും കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും രണ്ടും കൂടി അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റമൊന്നും കാണാനില്ല. കുറച്ചും കൂടി വൃത്തിക്ക് നല്ലത് റോട്ടറാണ്. കുറച്ച് മണ്ണാവാനും ഒക്കെ ലേശം ഇതായി കിട്ടും. പിന്നെ ഒപ്പാവലും ശരിക്കും ഇവിടെ പഴയ മോഡലായാൽ തന്നെ നല്ല കണ്ട ഒപ്പായി കിട്ടുള്ളൂ. അതിന് കേജുവിൽ തന്നെ വേണം, കേജുവിലും മരം തന്നെ വേണം. ഇത്രയൊക്കെ തന്നെ ആവശ്യമില്ലാണ്ട് അടിയിൽ നിന്ന് മണ്ണ് പൊന്തും. ആ മഞ്ഞ കളറുള്ള മണ്ണ് അതുകൊണ്ട് പൊന്തിട്ട് കണ്ട മുട്ടം താന്നിട്ട് അത് നെല്ല് നേരെ പൂജ്യം. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇതാണ് നല്ലത്. പക്ഷേ ഒപ്പാക്കണ്ട മരം കെട്ടിയിട്ട് ഒപ്പാക്കണം. മരം കെട്ടി ഒപ്പാക്കണം. അതിനിപ്പോൾ ഒപ്പാക്കാൻ നമ്മൾ വേറെ വിളിക്കാം, മരം വിളിക്കുക. അത് വേണം. ഇതുകൊണ്ട് ഒപ്പാകും. അല്ല ഉയരം ഉണ്ടെങ്കിൽ കൊണ്ട് തൂർക്കാൻ കേജി വേണം. ഇതിപ്പോൾ നിരപ്പായില്ലാണ്ടൊക്കെ അതുകൊണ്ട് തന്നെ ഒപ്പാവും. ഇതാകുമ്പോൾ കുറച്ചുകൂടി നെല്ലിന് വളരാൻ ഗുണം ചെയ്യും അല്ലേ? ഗുണം ചെയ്യും. വാടക കുറച്ച് കൂടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പണി നന്നായിട്ട് ചെയ്ത് കിട്ടും. അധികം കട്ട ഉണ്ടാവില്ല, ഒക്കെ കട്ടയൊക്കെ പൊടിയും. എല്ലാ കട്ടയും പൊടിഞ്ഞ് കിട്ടും. പഴയ പവർ ഡില്ലർ പോലെ ഇതിന്റെ പ്രവർത്തനം. മുമ്പത്തെ കാലത്ത് ഡില്ലറുണ്ടല്ലോ, അതേ പ്രവർത്തനം. ഡ്രില്ലറിന്റെ പ്രവർത്തനം. കുറച്ച് വലുതാണെന്ന് മാത്രം. ഈ റോട്ടാവേറ്റർ മെഷീനും ഈ ട്രാക്ടറിനൊക്കെ എന്താ വില വരുന്നത്? ട്രാക്ടർ 981 കാലുവണ്ടി. പിന്നെ 2 രൂപയുടെ മീതെ റോട്ടോവേറ്ററും വരും. 46 ആണ് ചേട്ടാ. മറ്റേ ചെറുതാണെച്ചെങ്കിൽ അത്ര വരില്ല. എൻ്റെ അടുത്തുള്ള വലുതാണ് 46. അപ്പം അതിന് റേറ്റ് വരും. അതല്ലേ. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയിട്ട് മേടിക്കുക? പാലക്കാട്. പാലക്കാട് 2 കിലുണ്ട്. ഒന്ന് പാലക്കാട് ടൗൺ എത്തുന്നതിന് മുന്നേ ഉണ്ട്. ഒന്ന് പിന്നെ കുഴമല്ലം കഴിഞ്ഞ് പോയിട്ട് കണ്ണനൂര് പറഞ്ഞു. ഞാൻ ഇപ്പൊ കണ്ണനൂരിൽ നിർത്താണ്. നമ്മുടെ ഏരിയയിലേക്ക് അവിടെ നിന്നാണ് വണ്ടി കിട്ടുള്ളൂ, കണ്ണനൂരിൽ നിന്ന് കിട്ടുള്ളൂ. മറ്റേ ചേട്ടൻ്റെ 2 വണ്ടിയും മഹീന്ദ്ര തന്നെയാണല്ലോ? 2 മഹീന്ദ്ര തന്നെ. വേറെ കമ്പനി ഉണ്ടല്ലോ, ജോൺ ഡിയർ ഉണ്ട്. പിന്നെ ന്യൂ ഹോൾഡ് ഉണ്ട്. ന്യൂ ഹോൾഡ് ഉണ്ട്. അതിക്കൊക്കെ നല്ലത്, ഉപയോഗിക്കാൻ സുഖം ഇതാണ് മഹേന്ദ്രയാണ്. പക്ഷെ മഹേന്ദ്രക്കാണ് അധികം മെയിൻ്റനൻസും വേഗം വരിക. ജോൺ ഡിയറിനെക്കാട്ടിലും പെട്ടെന്ന് മെയിൻ്റനൻസ് വരെ മഹേന്ദ്രക്കാണ്. പക്ഷെ ഉപയോഗിക്കാൻ സുഖമാണ്, പാർട്സ് കിട്ടാനും എവിടെ പോലും കിട്ടും. ജോൺ ഡിയറിന്റെ ഒക്കെ ആകുമ്പോൾ അവരെ കമ്പനി തന്നെ പോകണം. ന്യൂ ഹോൾഡും അങ്ങനെ തന്നെയാണ്. മഹേന്ദ്ര എവിടെ പോയാലും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് സാധനം മേടിച്ച് നേരെയാക്കിയിട്ട് വണ്ടി വരാം. ഒക്കെ തന്നെയാണ് 2 കൂടുതൽ വ്യത്യാസം. നല്ല ചെളിയുള്ള സ്ഥലത്ത് റോട്ടാവേറ്റർ പൂട്ടുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് നേരം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നിറയെ പുല്ലുണ്ടായിരുന്നു. റോട്ടാവേറ്റർ കൊണ്ട് പൂട്ടി വൃത്തിയാക്കിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത്.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രാക്ടറിൻ്റെ ഡ്രൈവർ ശ്രീമാൻ സുനിൽ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ സുനിലേട്ടാ, പറയും ഇതിൻ്റെ എന്താണ് 4 വീൽ ഡ്രൈവ് ആണോ വണ്ടി? എന്താണ് 4 വീൽ ഡ്രൈവ് ആണ്? അതിൻ്റെ ലിവർ ഏതാണ്? 4 വീലിൻ്റെ ലിവർ ആ സൈഡിലാണല്ലേ. ഓക്കെ, അവിടെ വന്ന് നോക്കാം. അപ്പോൾ ഗൈസ് വണ്ടി 4 വീൽ ഡ്രൈവ് ആണ്. ഓക്കെ, 4 വീലിൻ്റെ ഡ്രൈവ്. ആ ലിവർ പിന്നാക്കം വലിക്കുക, മുന്നിലേക്കിട്ട്. ഓക്കെ, 4 വീലാണ്. പാടത്ത് പൂട്ടുമ്പോൾ 4 വീല്. പാടത്ത് പൂട്ടുമ്പോൾ 4 വീൽ ഇടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിവർ ഇത് കണക്ഷൻ എങ്ങനെ പോകണേ? അതിൻ്റെ അടിയിൽ കൂടെയാണ് പോകണേ? ഉള്ളിൽ കൂടെയാണോ? അല്ല, ചേസിൻ്റെ അടിയിൽ കൂടെയാണ്. ചേസിൻ്റെ അടിയിൽ കൂടെ. ഓക്കെ, ചേസിൻ്റെ അടിയിൽ കൂടെ. ഓക്കെ, സംഭവമുണ്ട്. ഒരു ആക്സിൽ പോകുന്നുണ്ട്. അതിന് കണക്ഷൻ ആവും അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ട പ്രത്യേകത? റോട്ടവേറ്ററിൻ്റെ മെഷീൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? റോട്ടവേറ്റർ വർക്ക് ചെയ്യുന്ന ലിവർ ഇതാണ്. ഇതിടുമ്പോഴാണ് റോട്ടവേറ്റർ വർക്ക് ചെയ്യുക, മുന്നോട്ടിടുക. അപ്പോൾ ഇത് ഇങ്ങനെ താഴ്ന്നാണോ അതോ? താഴത്തെ ലിവർ ഇവിടെ ഉണ്ട്. ഓക്കെ, താഴത്തെ ലിവർ അപ്പുറത്ത്. അത് താഴ്ത്തി കഴിഞ്ഞാൽ ഇതിവിടെ ഈ ലിവർ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഫ്രണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ റോട്ടവേറ്റർ വർക്ക് ചെയ്യും. ഓക്കെ. റോട്ടവേറ്ററിൻ്റെ അടി വശം നോക്കുകയാണ്. നല്ല കരുത്തുള്ള ഇരുമ്പിൻ്റെ ബ്ലേഡാണ്. എത്ര ബ്ലേഡാണിത്? 42 ബ്ലേഡ്. ഓക്കെ, 1 2 3 4 5 6 ചക്രം ഉണ്ട് അല്ലേ? 6 ചക്രത്തിൻ്റെ മുകളിലായിട്ട് 42 ബ്ലേഡ്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ കരുത്തേറിയൊരു സംവിധാനമാണ് റോട്ടവേറ്റർ മെഷീൻ്റെ ഭാഗം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ശക്തിമാൻ കാണാം. മഹീന്ദ്ര കമ്പനിയുടെ ട്രാക്ടർ മഹീന്ദ്രയാണ്, പക്ഷേ ഇതിൻ്റെ റോട്ടവേറ്റർ ശക്തിമാൻ കമ്പനിയുടെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഇത് ഓടിക്കാൻ? എങ്ങനെ ബ്രേക്കിൻ്റെ പരിപാടി എങ്ങനെയാണ്? ബ്രേക്ക് 2 ബ്രേക്കാണോ? 2 ബ്രേക്ക് സെപ്പറേറ്റ് ബ്രേക്കാണ്. വലത്തെ വീലിന് റൈറ്റ് സൈഡിലുള്ളൂ. വലതുവശം ബാക്ക് വീലല്ലേ? ഫ്രണ്ട് വീലിന് ബ്രേക്ക് വരുമോ? ഫ്രണ്ട് വീലിന് ബ്രേക്കില്ല. ബാക്ക് വീലിന് വലതുവശം. ഇത് വലതുവശത്തെ ബ്രേക്ക് അമർത്തിയാൽ വലതു വീൽ നിൽക്കും, ഇടതുവശത്ത് അമർത്തിയാൽ ഇടതുവശം നിൽക്കും. രണ്ടും കൂടെ ഒന്നിച്ച് അമർത്തിയാൽ വണ്ടി മൊത്തത്തിൽ നിൽക്കും. അങ്ങനെ ഓരോ ബ്രേക്കായിട്ടും ചവിട്ടണതിനാ തിരിക്കാനല്ലേ? കണ്ടത്തിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ പട്ടാള ടാങ്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, വേറെ നമുക്ക് വേണ്ട പ്രത്യേകത പറയാനുള്ളത്? സുനിൽജി വീട് ഏത് ഭാഗത്താ? എൻ്റെ വീട് പ്ലാക്കാറ്റ്. പ്ലാക്കാട്ടിയാണ്. ഓക്കെ, സുനിൽ നമ്മുടെ നാട്ടുകാരനാണ്. എത്ര കാലം ഈ ട്രാക്ടർ ഫീൽഡിൽ വന്നിട്ട്? 26 വർഷമായി. 26 വർഷമായിട്ട് ട്രാക്ടർ ഫീൽഡുണ്ട്. നമ്മൾ കാണാൻ തന്നെ 5-8 വർഷമായി അല്ലേ? പോരാ. എത്ര വർഷം? 5-8 വർഷം പോരാ. ഓക്കെ, അപ്പോൾ സുനിൽ എത്ര മണിക്ക് വന്നപ്പോൾ ഇവിടെ? 7 മണിക്ക് വന്നു. ഇന്നത്തെ കഴിഞ്ഞാ? ഓക്കെ. അപ്പോൾ സുനിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹീന്ദ്രയുടെ ട്രാക്ടറാണ്. ഓക്കെ, മഹീന്ദ്ര അല്ലാണ്ട് സുനിൽ വേറെ ഏതൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ളത്? ജോൺ ഡിയർ ഓടിക്കാറുണ്ടല്ലേ? അടുത്ത എവിടെയുള്ള ജോൺ ഡിയർ? പിന്നെ വേറെ മറ്റേ സ്വരാജ് ഹോളണ്ട് അങ്ങനെ വണ്ടിയില്ലേ? ന്യൂ ഹോളണ്ട് ഉണ്ട്. ആ വണ്ടിക്ക് എങ്ങനെ കണ്ടീഷൻ? നല്ല വണ്ടിയാണോ? എല്ലാം നല്ല വണ്ടിയല്ലേ? ഓക്കെ, അപ്പോൾ സുനിലേട്ടാ 4 വീൽ ഡ്രൈവിൻ്റെ ലിവർ ഏതാ? 4 വീൽ ഡ്രൈവിൻ്റെ ലിവർ അടുത്ത സൈഡിലാണ്. ലിവർ. ഇത് റൊട്ടവേറ്റർ. റൊട്ടവേറ്റർ താഴ്ത്താനും പൊക്കാനുള്ള ഹൈഡ്രോളിക്കിൻ്റെ ലിവറാണത്. ഓക്കെ, ഹൈഡ്രോളിക്കിൻ്റെ ലിവറാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് 2 സൈഡും ഗിയർ ലിവർ ഉണ്ട്. 2 സൈഡ് എന്തിനാ? ഇത് റിവേഴ്സ് മുതൽ 4th ഗിയർ വരെ ഉണ്ട് ഇതിൽ. ഹൈ ഗിയറും ലോ ഗിയർ ഇതിലുണ്ട്. മീഡിയം ഗിയർ ഉണ്ട്. ശരി, പാടത്ത് കൂട്ടുമ്പോഴൊക്കെ ലോ ഗിയർ മീഡിയം ഗിയറിലിട്ട് കൂട്ടും. റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഹൈ ഗിയർ ഉപയോഗിക്കുക. ശരി. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധാരണ വണ്ടിക്കൊക്കെ ഗിയർ ലിവർ ഒന്നേ ഉള്ളൂ. പുതിയ തരം വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഗിയറും ഇല്ല. പക്ഷേ ഇത് 2 സൈഡിലും ഗിയർ പിടിപ്പിച്ച വണ്ടിയാണ് ട്രാക്ടർ. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഓക്കെ, വേറെ എന്തൊക്കെ ഇതിനകത്ത് പ്രത്യേകത പറയാനുള്ളത്? അപ്പോൾ മൈലേജ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അതോ മണിക്കൂറിനാണ്? 1 മണിക്കൂർ നമുക്ക് എന്തുമാത്രം ഇന്ധനം വേണ്ടി വരും? മണിക്കൂർ കൂട്ടണമെങ്കിൽ 4-4 ലിറ്റർ ഡീസൽ വേണം. ചളി കൂട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് റോട്ടവേറ്ററിൻ്റെ ആകാശം ഒന്ന് കാണാം. ഇതിൻ്റെ ഇതിന് ബ്ലേഡ് എന്നല്ലേ പറയാം? ബ്ലേഡ് നല്ല കരുത്തുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ബ്ലേഡാണ്. ഇത് മണ്ണിനെ അങ്ങനെ കീറി മുറിച്ചെടുക്കും. മണ്ണും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ ഒരു തടസ്സമില്ലാണ്ട് അത് ക്ലിയറാക്കി എടുക്കും. അങ്ങനെ ശക്തമായ ഒരു സംവിധാനമാണ് റോട്ടവേറ്ററിനുള്ളത്. ഓക്കെ, പിന്നെ പുറമേക്കുള്ളത് എന്താ? ഈ ചെളി പുറത്തേക്ക് തെറിക്കാല്ലേ? ചെളി അതോ ഈ സാധനം ഒപ്പാക്കാനാണോ? അത് ശരി. മണ്ണ് പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാനും അത് ഒപ്പാവാൻ വേണ്ടിയിട്ടും അല്ലേ?
ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് സുനിലേട്ടൻ ട്രാക്ടർ കഴുകുകയാണ്. കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ തോടാണ്. തോട്ടിൽ ഇതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. ഓക്കെ, റോട്ടവേറ്ററിൻ്റെ ഭാഗം കഴുകണം. ഓക്കെ, നമ്മുടെ ശക്തിമാൻ എഴുത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ മണ്ണ് പിടിച്ച് കിടക്കുകയായിരുന്നു. ശക്തിമാൻ. ബംഗാളിൽ നിന്ന് വന്ന നമ്മുടെ 2 സഹോദരങ്ങൾ ഇവിടെ നെൽകൃഷി പണിക്കുന്നുണ്ട്. അവരോട് പേര് വയ്ക്കാം. എന്താ ഏട്ടാ പേര്? ദുലാൽ ബിശ്വാസ്. ദുലാൽ ബിശ്വാസ്. ചേട്ടൻ്റെ പേരെന്താ? ജുഗോൽ. എന്താ? ജുഗോൽ. ജുഗോൽ. ഓക്കെ, അവർ ചോറുണ്ടാണ്. ചോറുണ്ട് കഴിഞ്ഞു. അവർ വരമ്പോളിയിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സുനിലേട്ടൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ സുനിലേട്ടാ, അവന് കാണാൻ ഞങ്ങൾക്ക് ഇനി നാടിൻ്റെ സമയത്ത് കാണാമല്ലേ? ആ, ഓക്കെ. ഞങ്ങൾ മിക്കവാറൊക്കെ ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഓക്കെ കേസ്, വീഡിയോ കണ്ടതിന് ഏവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.